പ്രതിഭകൾക്കും അഭിവാദ്യം അർപ്പിക്കാം. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നിലവിലുള്ള സാഹചര്യമാണ് ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിക്കാനിടയാക്കി. മാർച്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് കോർപ്പറേറ്റുകൾക്ക് സഹായവും പാവപ്പെട്ടവർക്ക് ദുരിതവും സമ്മാനിക്കുന്ന ഭരണമാണ് കാഴ്ചവെക്കുന്നത്. രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ ഇനി ഒരു തവണ കൂടി കോൺഗ്രസ് അധികാരത്തിലുണ്ടായാൽ തങ്ങളുടെ സ്ഥിതി ഇതിനേക്കാളും പാപ്പലീകരിക്കപ്പെടും എന്ന തിരിച്ചറിവിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ജനത്തിന്റെ ശത്രുവായി, പാവപ്പെട്ടവന്റെ ശത്രുവായാണ് കാണുന്നത്. കഴിഞ്ഞ ചില നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിദയനീയമായാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. അതിനേക്കാളും കൂടുതൽ ദയനീയമായ പരാജയമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത്. കോൺഗ്രസിന് ഭരണത്തിൽ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ BJP ഞങ്ങളാണ് അധികാരത്തിൽ കയറാൻ പോകുന്നത് എന്ന് അവകാശപ്പെടുന്നു. അതൊരു വിചിത്രമായ അവകാശവാദമാണ്. കാരണം BJPയെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ BJPയുടെ നേതൃത്വം RSSന് ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ RSS ആണ് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ജനത BJP അംഗീകരിക്കും. പിന്നെ രാജ്യത്തെവിടെയാണ് BJP ഉള്ളത്? നമ്മുടെ തെക്കേ ഇന്ത്യ എടുത്താൽ ആകെ കുറച്ച് സീറ്റ് BJPക്ക് കിട്ടിയ കർണാടകത്തിൽ നിന്ന് വേറെ എവിടെയും BJPക്ക് സീറ്റില്ല. പിന്നെ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലെ സ്ഥിതി അവിടെയെല്ലാം പ്രബലമായ രാഷ്ട്രീയ പാർട്ടി അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ അവിടെയും BJPക്ക് രക്ഷയില്ല. പിന്നെ BJPയുടെ കൂടെ ഇപ്പൊ ആകെയുള്ളത് 2 പാർട്ടികളാണ്. ഒന്ന് ശിവസേന, മറ്റൊന്ന് അകാലിദൾ. ഇതും വെച്ചെങ്ങനെ രാജ്യം ഭരിക്കാൻ കഴിയും? അപ്പോൾ BJPക്ക് ഇപ്പോൾ ഉള്ളത് 106 MPമാരാണ്. പക്ഷെ അതിന്റെ അടുത്തൊന്നുമുള്ള സീറ്റുകൾ BJPക്ക് ഇല്ല. അപ്പോൾ BJPക്ക് രാജ്യത്ത് അധികാരത്തിൽ കയറാനാകില്ല. രാജ്യത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് കോൺഗ്രസും BJPയും അല്ലാത്ത ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ വേണമെന്നാണ്. അത്തരമൊരു ഭരണ സംവിധാനത്തിന് നല്ല പുരുഷ പാർട്ടികളാണ്. ഏഴ് പാർട്ടികൾ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളാണ്. ഈ 7 പാർട്ടികളിൽ 4 പാർട്ടികൾ 4 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷികളാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ്,
ബീഹാർ, ഒഡീഷ. പിന്നെയുള്ള 3 പാർട്ടികൾ ജനതാദൾ എസ്, അസം ഗണപരിഷത്ത്, ജാർഖണ്ഡ് വികാസ് മോർച്ച. അപ്പൊ ഈ കൂട്ടുകെട്ടിനാണ് നമ്മുടെ രാജ്യത്ത്